ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ ബീഫ് കറിയും തേങ്ങാച്ചോറുമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. തേങ്ങാച്ചോറ് പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഉണ്ടാക്കാറുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരുടെ തനി നാടൻ തേങ്ങാച്ചോറാണ്. എൻ്റെ വല്യമ്മയും ഉമ്മയും ഒക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പരമ്പരാഗത രീതിയിലാണ് കേട്ടോ ഞാനും തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കുന്ന പുഴുങ്ങലരി ഇല്ലേ, അതുകൊണ്ടാണ് കേട്ടോ തേങ്ങാച്ചോറ് ഉണ്ടാക്കുക. അപ്പം ഞാനിവിടെ 250 ml കപ്പിൽ 3 കപ്പ് വെള്ളക്കുറുവ ആ ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ മട്ട അരിയിലാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കുക, പക്ഷെ എനിക്കിഷ്ടം കുറുവ അരി ആയതുകൊണ്ടാണ് ഞാൻ ഈ അരി എടുത്തത് കേട്ടോ. അപ്പം നിങ്ങൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ പാലക്കാടൻ മട്ട അരി എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു വെള്ളക്കുറുവ എടുക്കുക. വേവ് കുറഞ്ഞ അരിയൊന്നും എടുക്കരുത് കേട്ടോ. വേവ് കുറഞ്ഞതാകുമ്പോൾ കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ചിരിക്കും, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഇനി ഇതിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിയിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 2-3 വെള്ളത്തിൽ ഈ അരിയും ഉലുവയും കൂടി കൈകൊണ്ട് നല്ലപോലെ തിരുമ്മി കഴുകിയെടുക്കുക. ഞാൻ ഈ അരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം വെള്ളം മുഴുവനും വാർത്തെടുക്കാനായിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ കറക്റ്റ് അളവ് കിട്ടാനാണ് കേട്ടോ ഞാൻ ഈ അരിയിലെ വെള്ളം മുഴുവനും വാർത്തെടുത്തത്. തേങ്ങാച്ചോറുണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ ഈ അരിയിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതേ കപ്പിൽ 1/2 കപ്പ് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ അരിയും തേങ്ങയും ഉള്ളിയും കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുക. സാധാരണ ഞാൻ എൻ്റെ അമ്മക്ക് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അരി ഉലുവയും ഉള്ളിയും തേങ്ങയൊക്കെ ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാറാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് കൂടിയായ ഒരു ഷെഫാണ് കേട്ടോ പറഞ്ഞു തന്നത്. ഇതുപോലെ എല്ലാം കൂടി കൈകൊണ്ട് തിരുമ്മി കുഴച്ച് വെച്ച് നോക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ആ തേങ്ങാച്ചോറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയത്. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ തേങ്ങാപ്പാലും ആ ഉള്ളിയുടെ നീരൊക്കെ ചോറിലേക്ക് നല്ല പോലെ ഇറങ്ങിയിട്ട് ഈ തേങ്ങാച്ചോറിന് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അരി വേവിക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 3 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളത്, അപ്പോൾ ആ 3 കപ്പ് അരിക്ക് 9 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ചോറിലേക്ക് ആവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചെടുത്തില്ലേ, ആ അരി ചേർത്ത് കൊടുക്കുക. പാത്രത്തിൽ അരി പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വെള്ളം എടുത്തിട്ട് ഈ കലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ കലത്തിലുള്ള വെള്ളം തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവൂ, കാരണം നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്താൽ വെള്ളം കൂടിപ്പോവും. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം അരിയും വെള്ളം കൂടി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെക്കുകയാണ്. അരി തിളച്ചിട്ട് പുറത്തേക്ക് പോവാതെ നോക്കണം കേട്ടോ. പുറത്തേക്ക് പോയാൽ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റേ പോവും. ഇപ്പം അരിയും വെള്ളം കൂടി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൽ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുക്കുക. ഞാനിതിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ. ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലിരുന്നിട്ട് ഈ ചോറ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളിത് അടുപ്പത്ത് വെച്ചിട്ടാണ് വറ്റിച്ചെടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൽ വെള്ളം മുഴുവനായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ ഈ ചോറ് റൈസ് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് 5 മിനിറ്റ് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫാക്കിയ ഉടനെ തന്നെ ഇത് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. ഒരു 40-45 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് ഈ ചോറ് നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ചോറ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നല്ലൊരു നാടൻ ബീഫ് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1.5 കിലോ ബീഫ് കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കറി വെക്കുമ്പോൾ കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള പീസും കൂടി എടുക്കുക കേട്ടോ. അപ്പോഴാണ് കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ ബീഫ് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബീഫ് വിറകടുപ്പിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1 ടീസ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലപ്പൊടി. ഈ മീറ്റ് മസാലപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒരു 3/4 ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ നല്ലൊരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടൊക്കെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയിട്ട് അതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ 1 തക്കാളിയും 1 സവാള കട്ട് ചെയ്തതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കൈപ്പിടി നിറയെ കുഞ്ഞുള്ളി, അതായത് ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തുകൊണ്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ തിരുമ്മി കുഴച്ചെടുക്കുക. ഈ മസാലയൊക്കെ ബീഫിൽ നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചെടുത്ത് വെക്കുന്ന ബീഫ് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ഈ ബീഫ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ബീഫിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളിത് കൊണ്ട് ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഞാനിതുകൊണ്ട് കറി വെക്കുന്നതായതുകൊണ്ട് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ബീഫിൻ്റെ വേവ് എന്ന് വെച്ചാൽ നിങ്ങളെടുക്കുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുപോലെ നിങ്ങളുടെ കുക്കറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വന്നേക്കും. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 4 വിസിലൊക്കെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ബീഫിൻ്റെ വേവ് നോക്കിയിട്ട് വേവ് കുറവാണെങ്കിൽ വീണ്ടും വേവിച്ചെടുത്താൽ മതി കേട്ടോ. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ബാക്കി 4 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും വേവിച്ചെടുക്കുക. ഇപ്പം 5 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കുക. ഇപ്പോൾ ഈ കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് തുറന്ന് നോക്കുകയാണ്. കണ്ടോ, നമ്മുടെ ബീഫൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണെന്ന്. ഈ കറിയിൽ കുറച്ച് നെയ്യ് കൂടുതലുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും കുറച്ച് നെയ്യ് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ 1 ഐസ് ക്യൂബ് ഇതുപോലെ കറിയിൽ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നെയ്യ് പെട്ടെന്ന് തന്നെ കറിയിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. കുറച്ചും കൂടി വലിയൊരു ഐസ് ക്യൂബൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെയ്യ് എടുത്ത് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും ഇത്രയും നെയ്യ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബീഫ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ നെയ്യൊക്കെ കളഞ്ഞിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ടും ഇത് വെന്ത് വന്നപ്പോൾ ഇതിൽ ഒരുപാട് നെയ്യുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറിയിൽ നെയ്യ് കൂടുതലാണെന്ന് തോന്നിയാൽ ഇതുപോലെ എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ചധികം കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. കുഞ്ഞുള്ളിക്ക് പകരം സവാള എടുക്കരുത് കേട്ടോ. സവാള എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ കുഞ്ഞുള്ളി ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ കുഞ്ഞുള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോട്ടേസ് ഇല്ലേ അതൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. നമ്മൾ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തതാണ്. എന്നാലും എണ്ണയിൽ ഇതുപോലെ വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1 തക്കാളിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ബീഫ് മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പൊടികളുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ പൊടികളുടെ റോ ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് നമ്മുടെ ബീഫ് കറി ചേർത്ത് കൊടുക്കുക. ഇനി ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക.
ഇപ്പം നമ്മുടെ നല്ല നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ബീഫ് കറി റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് റൈസ് കുക്കറിൽ നിന്നും പുറത്തേക്ക് എടുത്തു വെക്കുകയാണ്. കണ്ടോ, ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറ് ഒട്ടും കുഴഞ്ഞു പോയിട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ തേങ്ങാച്ചോറ് വെന്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിതിലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ മലപ്പുറം സ്റ്റൈൽ നല്ല നാടൻ തേങ്ങാച്ചോറാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ നാടൻ തേങ്ങാച്ചോറിലേക്ക് ചിക്കൻ കറിയേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ നാടൻ ബീഫ് കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തേങ്ങാച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.